സ്വാമി ശരണമയ്യപ്പ. ഇന്ന് മകരസംക്രാന്തി അല്ലേ. അപ്പം ഇവിടെ ഞങ്ങളുടെ മുംബൈയിൽ ഞായറാഴ്ച അയ്യപ്പ പൂജ നടത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ സൊസൈറ്റിയിലെ മലയാളി അസോസിയേഷനും പിന്നെ അയ്യപ്പ സേവാ സംഘവും കൂടെ ചേർന്നിട്ടായിരുന്നു അയ്യപ്പ പൂജ ഓർഗനൈസൊക്കെ ചെയ്തിരുന്നത്. നല്ല അടിപൊളിയായിട്ട് അയ്യപ്പ പൂജയൊക്കെ നടത്തി. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമവും പിന്നെ സഹസ്രാർച്ചനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഭഗവാനെ അയ്യപ്പനെ രഥത്തെ വെച്ചിട്ട് ബിൽഡിങ്ങിൽ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. പിന്നെ താലപ്പൊലി, സ്ത്രീകൾ താലപ്പൊലിയൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഞാൻ താലപ്പൊലിയൊന്നും എടുത്തില്ല. ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് പിന്നെ വന്നു വൈകിട്ട്. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് അവനെയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പം പിന്നെ അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിച്ചു, താലപ്പൊലിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കും താലപ്പൊലിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം അടുത്ത വർഷം നമുക്ക് താലപ്പൊലി എടുക്കാമെന്നിങ്ങനെ ആശ്വാസം. പിന്നെ ഇത് ഞങ്ങളുടെ രാധാകൃഷ്ണ ടെമ്പിളുണ്ട് ഞങ്ങളുടെ സൊസൈറ്റിക്കകത്ത്. അവിടുത്തെ അമ്പലത്തിനകത്ത് തന്നെ വെച്ചിട്ടായിരുന്നു അയ്യപ്പൻ്റെ പൂജയും. പിന്നെ ഇത് പ്രദക്ഷിണം, വൈകിട്ട് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് 7:45 ആയപ്പം ഘോഷയാത്ര തിരിച്ചു വന്നു. മലയാള മങ്കമാരൊക്കെ സെറ്റും മുണ്ടുമൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയൊരു പ്രതീതിയൊക്കെ വരും കേട്ടോ. പിന്നെ അടിപൊളി ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം വെടിക്കെട്ടോടുകൂടി തീർന്നു. പിന്നെ വൈകിട്ട് പ്രസാദം ഉണ്ടായിരുന്നു. നല്ല അരവണ പായസവും നല്ല ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു, ഭഗവാനെ പ്രാർത്ഥിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു, ഈ രഥത്തിലായിരുന്നു അയ്യപ്പനെ പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്നത് കേട്ടോ. നാട്ടിലൊക്കെ ആഘോഷിക്കുന്നതിലും കൂടുതൽ നന്നായിട്ടാണ് ഇപ്പം മറുനാടൻ മലയാളികൾ ആഘോഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നാട്ടിലൊന്നും ഇത്ര ഒരു ഒത്തൊരുമയും ഇതൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പം. പക്ഷേ ഇവിടെ മറുനാടൻ മലയാളികളെല്ലാം നല്ല ഒത്തൊരുമയോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല സഹകരണമാണ്.